മഴക്കാലമൊക്കെ തുടങ്ങല്ലേ. അപ്പം നമ്മുടെ വണ്ടിയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റത്തെ നമ്മൾ ഈ ഒരു ബ്രേക്ക് തന്നെ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിനുള്ളിലത്തെ പാഡായാലും ലൈനർ അഞ്ചാലും തേയ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാക്കറ്റ് നമ്മൾ ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ടയറാണ്. ടയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കണ്ടീഷനായിട്ട് തന്നെ ടയർ വെക്കുക. ടയർ തേയ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി തരും. നമ്മൾ ആ ഒരു സേഫ്റ്റിക്ക് നല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഈ പ്ലഗിൻ്റെ ചില പ്ലഗുകളിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഈ ഒരു അഡാപ്റ്ററിൻ്റെ ബാക്കിൽ വരുന്ന ഈ ഒരു ബുഷും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലുവഴി വെള്ളം കാര്യങ്ങളൊക്കെ കയറി മിസ്സിങ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കവറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ കറക്റ്റായിട്ടും ചെക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറേ വണ്ടികൾക്കുള്ള പ്രശ്നം കേട്ടോ, നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് മിസ്സിങ് കാര്യം കാണിക്കില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ ഈ ഒരു ക്യാപ്പിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതുപോലൊരു ഹോള് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹോള് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മുകളിൽ വരുന്ന ഈ ഒരു വെള്ളം നമ്മൾ ഈ ഒരു ഹോളിലൂടെ ഇറങ്ങി പോകാണ്ട് നമ്മൾ ആ ഒരു ടാങ്കിൻ്റെ ഉള്ളിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു ഹോള് ബ്ലോക്ക് ഒന്നും ഇല്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തട്ടോ. ഇനി അഥവാ നമ്മൾക്കത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു സംഭവം കൂടി ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോള് ക്ലിയർ ചെയ്യാൻ വേണ്ടത് നമ്മളെ വണ്ടിയുടെയൊക്കെ കേബിളുകളുടെ ഉള്ളിലത്തെ ഇന്നറാട്ടോ. അപ്പോൾ ഈ ഒരു ഇന്നറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിയിരിക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കോല് ഇതുപോലത്തെ ഈർക്കിലും കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഇന്നർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇതിനുള്ളിലോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ആ അടിയിലോട്ട് നമുക്ക് ഈ ഒരു ഇന്നർ ഇറങ്ങി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹോളിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ, നമ്മൾ ആ ഒരു ഹോളും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വണ്ടി ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. വല്ല കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. പിന്നെ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ഓടിക്കാൻ ശ്രമിക്കുക.